ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് നല്ല ചായക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു നാടൻ പലഹാരമായ അവൽ വിളയിച്ചതിന്റെ റെസിപ്പി നോക്കിയാലോ. എല്ലാവർക്കും ഫുഡ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അവൽ വിളയിച്ചത് തയ്യാറാക്കാൻ വേണ്ടി ആദ്യം തന്നെ നമുക്ക് ശർക്കരപ്പാനി ഒന്ന് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിനു വേണ്ടി ഒരു പാത്രത്തിലേക്ക് 1.5 കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാട്ടോ. വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഇതൊന്ന് ഇളക്കിയെടുക്കാട്ടാ. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്ത ശേഷം ശർക്കര നല്ല പോലെ ഒന്ന് അലിയിച്ചെടുക്കണം. ദാ ഇതുപോലെ നന്നായി തിളച്ച് ശർക്കര എല്ലാം നല്ല പോലെ ഒന്ന് അലിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 5 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയും ചേർത്ത് കൊടുത്ത ശേഷം നല്ല പോലെ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാട്ടാ. ഈ തേങ്ങയും ശർക്കരയൊക്കെ നല്ല പോലെ ഒന്ന് വിളയിച്ചെടുക്കണം. ഇപ്പോ അതാ ഇതിനുള്ളിലെ വെള്ളമൊക്കെ നല്ല പോലെ വറ്റിച്ച് തേങ്ങ നന്നായിട്ടൊന്ന് വിളയിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് വറുത്ത കപ്പലണ്ടിയാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാട്ടാ. ഇനി ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് വെളുത്ത എള്ള് ചേർത്ത് കൊടുക്കാണ് കേട്ടാ. എള്ളെടുക്കുമ്പോഴേ വെളുത്ത എള്ള് തന്നെ വേണമെന്നില്ല, കറുത്ത എള്ള് എടുത്താലും മതി കേട്ടാ. ഇനി ഇതിലേക്ക് 3 കപ്പ് പൊട്ടുകടല കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഇതൊന്ന് ഇളക്കി എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം കേട്ടാ. എല്ലാം കൂടി നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 10 കപ്പ്, അതായത് 1 കിലോ അവല് ചേർത്ത് കൊടുക്കാം. അവലും ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാട്ടാ. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടാ. ഈ അവലിന്റെ കളറൊക്കെ ഒന്ന് മാറി ശർക്കരയുടെ ബ്രൗൺ കളർ ആകുന്നത് വരെ യോജിപ്പിച്ചെടുക്കണം കേട്ടാ. ദാ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് അവലൊക്കെ നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടാ. ഇപ്പൊ അതാ അവലൊക്കെ നല്ല പോലെ റോസ്റ്റ് ചെയ്ത് നല്ല ക്രിസ്പി ആക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിങ്ങനെ തന്നെ ഒരു ദിവസം ഇരിക്കട്ടെ. പിറ്റേ ദിവസം എടുക്കുമ്പോഴാട്ടാ ഈ അവല് വിളയിച്ചതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. 4 മണി പലഹാരമായിട്ടോ അല്ലെങ്കിൽ നമ്മൾ TV ഒക്കെ കണ്ടിരിക്കുന്ന സമയത്ത് വെറുതെ കഴിക്കാനായിട്ടൊക്കെ പറ്റിയ ഒരു അടിപൊളി പലഹാരത്തിന്റെ റെസിപ്പിയാണ് ഇട്ടത്. എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതുപോലെ ഒരു അവൽ വിളയിച്ചത് ഉണ്ടാക്കി നോക്കണോട്ടാ. ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കണം. പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ.